പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. ടാർഗറ്റിൻ്റെ ലേണിംഗ് ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. ആപ്പ് സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ നിങ്ങൾ ടാർഗറ്റിൻ്റെ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ, അതോടൊപ്പം തന്നെ മൂന്നാമതായി നിങ്ങൾക്ക് ടാർഗറ്റിൻ്റെ ലേണിംഗ് ആപ്പ് വെബ് വേർഷനും അവൈലബിൾ ആണ്. ടാർഗറ്റ് ലേണിംഗ് ആപ്പ് എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവൈലബിൾ ആയിരിക്കും. ഇനി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് അത് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണുന്ന സ്ക്രീൻ ഇതുപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും. ഈ സ്ക്രീനിൽ ടാർഗറ്റിൻ്റെ ലേണിംഗ് ആപ്പിലൂടെ ഏതൊക്കെ കോഴ്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്കിതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇവിടെ 9th 10th ബോർഡ് എക്സാം പ്ലസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കോഴ്സിനെ കാണാം. +1 +2 ട്യൂഷൻ ഓൺലി എന്ന് പറയുന്ന കോഴ്സ് കാണാം. നീറ്റ് പ്ലസ് JEE ബാർ കീം എന്നുള്ളതും JEE ബാർ കീം എന്ന് പറയുന്ന കോഴ്സും നീറ്റ് എന്ന് പറയുന്ന കോഴ്സും നിങ്ങൾക്ക് കാണാം. ഞാൻ ആദ്യം ഈ കോഴ്സുകളെ ഒന്ന് പരിചയപ്പെടുത്താം. 9th 10th ബോർഡ് എക്സാം പ്ലസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കോഴ്സാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് എങ്കിൽ അതിൽ നിങ്ങൾക്ക് 9th ക്ലാസ്സും അതോടൊപ്പം തന്നെ 10th ക്ലാസ്സും അവൈലബിൾ ആണ്. 9th ക്ലാസ്സിൽ 9th സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും സെപ്പറേറ്റ് കോഴ്സായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി 10th ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ 10th ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 2 സെപ്പറേറ്റ് കോഴ്സായിട്ടും അതോടൊപ്പം തന്നെ CBSE പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് 10th CBSEൻ്റെ കോഴ്സും അതിൽ അവൈലബിൾ ആയിരിക്കും. ഇനി മൂന്നാമതായിട്ട് +1 +2 ട്യൂഷൻ ഓൺലി ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് എങ്കിൽ +1 +2 നിങ്ങൾക്ക് ബോർഡ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഈ കോഴ്സ് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 4 ക്ലാസ്സുകൾ കോഴ്സുകളായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ ഒന്ന് സ്റ്റേറ്റ് സിലബസിൽ +1 പഠിക്കുന്ന കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. രണ്ടാമതായിട്ട് സ്റ്റേറ്റ് സിലബസിൽ +2 പഠിക്കുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മൂന്നാമതായി CBSE +1 നാലാമതായിട്ട് CBSEയിൽ +2 പഠിക്കുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് +1 +2 ക്ലാസ്സുകൾക്ക് പുറമെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് ക്ലാസ്സുകൾ കൂടി നീറ്റ് അല്ലെങ്കിൽ JEE അതുപോലെ തന്നെ കീം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവണം എന്നുള്ളതാണ് എങ്കിൽ ആ ഒരു കുട്ടി സെലക്ട് ചെയ്യേണ്ടത് നീറ്റ് പ്ലസ് JEE ബാർ കീം എന്ന് പറയുന്ന കോഴ്സാണ്. അതിൽ നിങ്ങൾക്ക് ഈ നേരത്തെ മുകളിലുള്ള +1 +2 ട്യൂഷൻ ക്ലാസ്സുകളിലെ മുഴുവൻ സബ്ജക്റ്റിൻ്റെയും മുഴുവൻ ക്ലാസ്സുകൾക്ക് പുറമെയായിട്ട് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി വിഷയങ്ങളിലുള്ള മുഴുവൻ ക്ലാസ്സുകളും എൻട്രൻസ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി JEE ബാർ കീം എന്ന് പറയുന്ന കോഴ്സ്, ഏതെങ്കിലും ഒരു കുട്ടി ബയോളജി ഇല്ലാതെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾ മാത്രമാണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമെയായിട്ട് എൻട്രൻസ് ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആവണം എങ്കിൽ ഈ 3 സബ്ജക്റ്റുകൾക്കുള്ള ക്ലാസ്സുകളാണ് JEE ബാർ കീം എന്ന് പറയുന്ന ഓപ്ഷനിൽ അല്ലെങ്കിൽ കോഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുക. ഇനി നീറ്റ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മെഡിക്കൽ മേഖലയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി, അതായത് മാത്സ് വേണ്ട ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ അതിൻ്റെ എൻട്രൻസ് ക്ലാസ്സുകളുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എങ്കിൽ ആ കുട്ടി ക്ലിക്ക് ചെയ്യേണ്ടത് നീറ്റ് എന്ന് പറയുന്ന കോഴ്സാണ്. ഉദാഹരണത്തിന് ഞാൻ 9th 10th ബോർഡ് എക്സാം പ്ലസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കോഴ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും ലഭ്യമാവുക. ഈ സ്ക്രീനിൽ ക്ലാസ് 10 എന്ന് കാണാം, ക്ലാസ് 9 എന്നും കാണാം. ക്ലാസ് 9 ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് എങ്കിൽ അതിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസ് 9th ഇംഗ്ലീഷ് മീഡിയം എന്നും അതേപോലെ തന്നെ 9th മലയാളം മീഡിയം എന്നും കാണാം. അത് സ്റ്റേറ്റ് സിലബസിൽ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഉദാഹരണത്തിന് ഒരു കുട്ടി ക്ലാസ് 10 എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത് എങ്കിൽ ക്ലാസ് 10 ക്ലിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ക്രീനിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് 3 കോഴ്സുകൾ നിങ്ങൾക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഒന്നാമത്തെ കോഴ്സ് SSLC ഇംഗ്ലീഷ് മീഡിയം പ്ലസ് ഫൗണ്ടേഷൻ ആണ്. രണ്ടാമത്തത് SSLC മലയാളം മീഡിയം പ്ലസ് ഫൗണ്ടേഷൻ ആണ്. ഇത് രണ്ടും സ്റ്റേറ്റ് സിലബസിൽ അല്ലെങ്കിൽ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കോ വേണ്ടിയിട്ടുള്ളതാണ്. മൂന്നാമതായി കാണുന്ന ഓപ്ഷൻ CBSEയിൽ 10th സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം നോക്കി ആ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഞാൻ ആദ്യത്തെ ഓപ്ഷൻ SSLC ഇംഗ്ലീഷ് മീഡിയം പ്ലസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കോഴ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ കോഴ്സ് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ കാണാൻ കഴിയും.
ഈ സ്ക്രീനിൽ നിങ്ങൾ ഏത് കോഴ്സ് ആണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അതോടൊപ്പം തന്നെ അതിൽ എത്ര സബ്ജക്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതും ഇവിടെ 8 കോഴ്സസ് എന്ന് കാണാം. 8 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. ഇതിൽ കാണിക്കുന്ന ഫീ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ ഫീ ആണ്. നിങ്ങൾക്ക് ഓഫറിനനുസരിച്ചുകൊണ്ടുള്ള ഫീ ഏതാണ് എന്നുള്ള കാര്യം നമുക്ക് കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായിട്ട് പറയുന്നതായിരിക്കും. ഇനി നിങ്ങൾ എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. സൈൻ ഇൻ ചെയ്യാൻ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾ ഈ കോഴ്സിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ എ കോഴ്സ് എന്നുള്ളതോ അതോടൊപ്പം തന്നെ സ്റ്റാർട്ട് എ ഫ്രീ ട്രയൽ എന്നുള്ളതോ ആയിട്ടുള്ള 2 മെനു നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന് സ്റ്റാർട്ട് എ ഫ്രീ ട്രയൽ എന്ന് പറയുന്ന മെനു നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു പേജിലേക്ക് നിങ്ങൾ എത്തും. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഈ കോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബൈ എ കോഴ്സ് അതേപോലെ തന്നെ സ്റ്റാർട്ട് എ ഫ്രീ ട്രയൽ എന്നതിന് താഴെയായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള 8 സബ്ജക്റ്റുകളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. 8 സബ്ജക്റ്റുകളുടെയും പേരിന് പുറമെ ആ സബ്ജക്റ്റുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെയും ലിസ്റ്റ് അതിലുണ്ടാവും. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പിൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ മെറ്റീരിയൽസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് അത് അവൈലബിൾ അല്ല, നിങ്ങൾ സൈൻ ഇൻ ചെയ്യാത്തത് കൊണ്ടാണ്. ഇനി അതിൻ്റെ പുറമായിട്ട് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് സ്വയം എഴുതാൻ പറ്റുന്ന എക്സാംസിൻ്റെയും നിങ്ങൾക്ക് അതിൽ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അത് സൈൻ ഇൻ ചെയ്തതിന് ശേഷം മാത്രം. ഓരോ സബ്ജക്റ്റിൻ്റെയും ആദ്യ ചാപ്റ്ററിൽ ആദ്യത്തെ 3 വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ സെലക്ട് ചെയ്യേണ്ടത് ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ആദ്യ ചാപ്റ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് എ ഫ്രീ ട്രയൽ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ എത്തും. ഇനി മൂന്നാമതായിട്ട് ഇവിടെ മുകളിൽ കാണുന്ന മെനു നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണാം. അവിടെ നെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേയിലേക്ക് നിങ്ങൾ എത്തും. അപ്പോൾ സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ഡിസ്പ്ലേ ഈ രീതിയിലേക്കാണ് കാണുക. അതിൽ നിങ്ങൾക്ക് സൈൻ ഇൻ എന്നുള്ളത് ഉണ്ടാകും. ഡാർക്ക് മോഡ് ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് വൈറ്റിൽ നിന്ന് ബ്ലാക്കിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട്. സ്വിച്ച് സെഗ്മെന്റ് നിങ്ങൾക്ക് വേറെ കോഴ്സുകളിലേക്ക് സെലക്ട് ചെയ്യുന്നതിനുള്ള സ്വിച്ച് സെഗ്മെന്റ് ഉണ്ടാകും. അതുപോലെ തന്നെ റിഫ്രഷ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകും. ഞാൻ നേരത്തെ പറയേണ്ട ഒരു കാര്യം, അതായത് ആദ്യമായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിൽ സ്റ്റോർ എന്ന് പറയുന്നതിലായിരിക്കും നിങ്ങളുടെ ഈ ഒരു കോഴ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുക. ഇനി സൈൻ ഇൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തുടരാം. നിങ്ങൾ സൈൻ ഇൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈൻ ഇൻ എന്നുള്ള കാര്യം നിങ്ങൾ നിൽക്കുക. സൈൻ ഇൻ നെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ക്രീനിലേക്കാണ് നമ്മൾ എത്തുക. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് കാണാം, സൈൻ അപ്പ് എന്നുള്ളത് കാണാം, സൈൻ ഇൻ എന്നുള്ളതും കാണാം. സൈൻ ഇൻ എന്നുള്ളത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് സൈൻ ഇൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ആണ്. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന മെനു നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോണിൽ നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഇമെയിൽ ID നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഏത് ഇമെയിൽ ID ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നെക്സ്റ്റ് പേജിലേക്ക് നിങ്ങളെത്തും. അതായത് നിങ്ങൾ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പേജിലേക്ക് നിങ്ങളെത്തും. ഓക്കെ, ഇനി സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രാ ഒരു പ്രൊസീജിയർ കൂടി ഉണ്ടാകും. സൈനപ്പ് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതാണോ ഇമെയിൽ ID വേണ്ടത് ഇമെയിൽ ID നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇമെയിൽ ID ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമെയിലിലേക്ക് നമ്മൾ ഒരു OTP അയക്കും. ആ OTP നിങ്ങൾ നോക്കി ഇതിൽ നിങ്ങൾ OTP അടിച്ച് അത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അടിച്ചുകൊണ്ട് നിങ്ങൾ സൈനപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിളോ അല്ലെങ്കിൽ സൈനപ്പോ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് SMS വെരിഫിക്കേഷൻ ആണ്. അതായത് നിങ്ങൾ ഇവിടെ ഏത് നമ്പർ ത്രൂ ആണോ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആ ഫോൺ നമ്പർ കൃത്യമായിട്ട് ഇവിടെ അടിക്കുക. ആ ഫോൺ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ നമ്പറിലേക്ക് നമ്മൾ സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ OTP സെൻഡ് ചെയ്യും. നിങ്ങളുടെ ഫോണിലേക്ക് SMS വഴിയാണ് ആ OTP നമ്മൾ സെൻഡ് ചെയ്യുക. SMS വഴി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള OTP അടുത്ത പേജിൽ നിങ്ങൾ ഇതുപോലെ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾ അടിക്കുക. 6 അക്ക OTP ആയിരിക്കും ഉണ്ടാവുക. 6 ഡിജിറ്റ് OTP നിങ്ങളിത് അടിക്കുക. വെരിഫൈ OTP എന്ന് പറയുന്ന മെനു താഴെ കാണുന്നുണ്ടാവും, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ OTP നിൽക്കുന്നതോടുകൂടി നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടിക്കാനുള്ള സമയമായി എന്നർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായി കാണാൻ പറ്റുന്നത് സ്റ്റുഡൻസ് ഫുൾ നെയിം അടിക്കാനുള്ളതാണ്. നിങ്ങൾ ഏത് പേരിലാണോ ഇത് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ പേര് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യുക. താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക.
നെക്സ്റ്റ് എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തതായിട്ട് കാണുന്നത് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലുള്ളതാണ്, ഏത് ജില്ലയിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാനുള്ളതാണ്. ഇതിൽ ഈ ഒരു ആരോ മാർക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നിങ്ങൾ ഡിസ്ട്രിക്റ്റിൻ്റെ അല്ലെങ്കിൽ ജില്ലയുടെ ലിസ്റ്റ് വരും. നിങ്ങൾ അതിൽ ആവശ്യമുള്ള ജില്ല സെലക്ട് ചെയ്യുക. കൂടെ സേവ് എന്ന് പറയുന്ന അത് നിങ്ങൾക്ക് മെനു താഴെ കാണാം. സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും. അതിൽ നിങ്ങൾ താങ്ക് യു ഫോർ പ്രൊവൈഡിങ് റിക്വയർഡ് ആൻസർ, ഹാപ്പി ലേണിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ ഫിനിഷ് എന്നോട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ സൈൻ ഇൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നർത്ഥം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ട്രയൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മളുടെ കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു കുട്ടിക്ക് പെട്ടെന്ന് തന്നെ നമ്മളുമായി കോൺടാക്ട് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ നേരത്തെ നിങ്ങൾ ചെയ്തിട്ടുള്ള മെനുവിൽ നിങ്ങൾക്ക് കോൺടാക്ട് എന്ന് പറയുന്ന ഡീറ്റെയിൽസ് കാണാം. അതിൽ നമ്മുടെ ടാർഗറ്റിൻ്റെ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അതിലുണ്ടാവും. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. സോ എൻജോയ് യുവർ ലേണിംഗ്. താങ്ക് യു.